എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ. അപ്പം ഇന്നും നമ്മൾ നമ്മുടെ ചെറിയൊരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പാചകങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇതേണ്ട നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ ഇന്നലെ നമ്മൾ സെറ്റ് ചെയ്ത് കേട്ടോ. 2-3 വർഷം മുമ്പ് വാങ്ങിച്ച ക്രിസ്മസ് ട്രീ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളത് ഓരോ വർഷവും ഇത് കഴിയുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മളത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഡിസംബറായിട്ടും മറന്നുപോയായിരുന്നു. ഇന്നലെയാണ് അതെല്ലാം ശരിയാക്കി വെച്ചത്. അപ്പോൾ ഞാനും ചേട്ടനും രാവിലും കൂടെ ഇന്നലെ അതെല്ലാം ശരിയാക്കി. പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ ഇവിടെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, വെറുതെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പതിവ് ജോലികളൊക്കെ ഇന്നും ആരംഭിച്ചിട്ടുണ്ട്. അപ്പം കഞ്ഞി തേണ്ട അടുപ്പത്ത് ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരാറായപ്പോൾ കുറച്ച് ചോറുടെ ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതുകൂടെ ഞാൻ ഇതിനകത്തിട്ടൊന്ന് തിളപ്പിച്ച് വാർക്കുവാണേ. അതും കൂടെ ഇട്ടില്ലെങ്കിൽ പിന്നെ അത് അവിടെ ഇരുന്ന് അഴുക്കായി പോവില്ലേ. അത് കാരണം അതും കൂടെ ഒന്ന് വാരിയിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലോചനകളൊക്കെ നേരത്തെ ആലോചിച്ച് വെക്കും, എന്താ കറി വെക്കേണ്ടതെന്നൊക്കെയുള്ളത്. അല്ലെങ്കിൽ പിന്നെ രാവിലെ ഒരു ആലോചനയാണ്. പിന്നെ ഇന്ന് പാലപ്പം ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഇന്നലെ തന്നെ ഞാൻ പാലപ്പത്തിനുള്ള തേങ്ങയൊക്കെ എടുത്ത് വെളിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേണ്ട വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനതിൽ കുറച്ച് ചോറും ഇട്ട് ഈസ്റ്റും ഇട്ട് പഞ്ചസാര ഇട്ട് വെച്ചതാണേ. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം സത്യത്തിൽ ഓർത്തത് കേട്ടോ. മറന്നു പോയതാണ്, വീഡിയോ എടുക്കുന്നില്ലെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഓർത്ത് വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1.5 കപ്പോളം വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് തേങ്ങായും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കുറച്ച് ഉപ്പൂടെ ഇട്ട് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പോകുന്ന സമയമാകുമ്പോഴത്തേന് പൊങ്ങി വന്നോളും. ഞാൻ 4 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നതല്ലേ, അപ്പോൾ ആ സമയത്ത് അരച്ച് വെച്ചാൽ 2 മണിക്കൂർ കൊണ്ട് എന്നാണെങ്കിലും പൊങ്ങി കിട്ടും. പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന ഉടനെ തന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നപ്പോഴേ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച്. അപ്പോൾ അത് ഐസെല്ലാം മാറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി വെക്കുവാണെങ്കിൽ ചോറിനും എടുക്കാം, അപ്പത്തിനും എടുക്കാം. ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കറി കണ്ട് 2 എണ്ണത്തിന് ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ കറി ഞാൻ പാലപ്പത്തിന് ഉണ്ടാക്കണം. അതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ തീർക്കുക, പെട്ടെന്ന് പണി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. വലിയ ആർപ്പാടായിട്ടുള്ള കറിയൊന്നുമില്ല, സാധാരണ രീതിയിൽ ഒരു ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താണ്, അതൊന്ന് കഴുകി വാരി എടുക്കുവാണ്. നമ്മൾ ബീഫ് കഴുകിവാരി ഒരു അരിപ്പപ്പാത്രത്തിൽ വെച്ച് ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ പൊക്കോട്ടെന്ന് ഓർത്ത് ഞാനൊരു അരിപ്പപ്പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മളുടെ കഞ്ഞി ആ സമയത്ത് തിളച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് അടച്ചിടാൻ പോവാണ്. പിന്നെ ക്യാബേജ് അരിഞ്ഞെടുക്കണം, ക്യാബേജ് തോരൻ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ നമ്മുടെ ബീഫിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കറി വെക്കാം. അപ്പോഴത്തേനും ഞാൻ കഞ്ഞി അടച്ചിട്ട് വന്ന് ആ സമയത്ത് കുക്കർ റെഡിയാക്കിക്കൊണ്ട് വന്ന് നമ്മൾ പാത്രത്തിൽ നിന്ന് ഇറച്ചി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടിയാണേ. മഞ്ഞപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് ഞെരടി ആ മസാലയൊക്കെ നമ്മുടെ ബീഫെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ ബീഫിന് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റും മണവും കിട്ടുന്നത്. അപ്പോഴത്തേനും ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പുരട്ടി എടുത്തിട്ട് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളത് എല്ലാം മൂടി വെച്ചതിന് ശേഷം തേണ്ട ഒരു 3 ചെറിയ സവോള എടുത്തിട്ടുണ്ട്. ഒരു തക്കാളിയുടെ 1/4 ഭാഗം എടുത്താൽ മതി, ഫുൾ എടുക്കണ്ട, അല്ലെ പകുതിയാണെങ്കിലും മതിയെ. അതും എടുത്ത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3-4 വെളുത്തുള്ളിയും 3-4-5 പച്ചമുളകും കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരണം. അതിന് ശേഷം തേണ്ട നമ്മൾ കഴുകി വെച്ചിരുന്ന
ക്യാബേജും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതും കൂടി അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോഴത്തേനൊരു 5 വിസിലടിപ്പിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ ബീഫ്. വെന്തോന്നറിയത്തില്ല. വെന്തില്ലെങ്കിൽ നമുക്ക് ഇത് അരപ്പ് ചേർത്തിട്ട് ഒരു 2 വിസിലൂടെ അടുപ്പിച്ചെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ പാനെടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് വേണ്ടേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞിരിക്കുവാണ്. അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഒത്തിരി വഴന്ന് വരണ്ട. എന്തായാലും നമ്മൾ ബീഫ് ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മൂടി വെച്ചൊന്ന് ആവിക്കൊന്ന് ഒരു 5 മിനിറ്റ് വെച്ചെടുക്കാം. ഈ സമയം അത് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ക്യാബേജ് അരിഞ്ഞെടുത്ത് ക്യാബേജും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും സവോളയും കൂടെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതരിഞ്ഞ് മാറ്റി വെച്ചിട്ട് വന്ന് നമ്മളിപ്പറേ വന്നതേണ്ടേ നമ്മുടെ സവോളയൊക്കെ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇറച്ചിക്കകത്ത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പോരാത്താണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3/4 കിലോളം ഇറച്ചിയുണ്ട് കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. അത്ര ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അര തക്കാളി ഞാൻ എടുത്തുള്ളൂ. പുളിയുള്ള തക്കാളിയാണ് നല്ല. അപ്പോൾ അര തക്കാളിയും കൂടി അരിഞ്ഞ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് കുറച്ചുകൂടെ വേവാനുണ്ട്. ഞാൻ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഞാൻ കുക്കർ കഴുകി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അത് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും ഞാൻ ഞെക്കി നോക്കിയപ്പോഴത്തേനും നമ്മുടെ ബീഫ് കുറച്ച് ഒരു 2-3 വിസിലടിപ്പിക്കാവുന്ന വേവ് കുറവുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് അടുപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മുടെ കുക്കറിലേക്ക് നമ്മുടെ ബീഫും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബീഫ് കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ബീഫ് കറി സെറ്റായി വരും. അപ്പോൾ ഒത്തിരി വഴറ്റേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് 2-3 വിസിലടിപ്പിക്കുക. അതിനനുസരിച്ച് ബീഫ് വേകാവുള്ളൂ. അല്ലെങ്കിൽ പണിപാളും മൊത്തം വെന്ത് നാശമായി പോവും. അപ്പം വേവ് കുറവാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം തേണ്ട ഇത് കുക്കർ വെയിറ്റിട്ട് കൊടുത്തതിന് ശേഷം വേണ്ട നമ്മുടെ ക്യാബേജ് ഞാൻ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേണ്ട നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുന്നുണ്ട്. ഇങ്ങനെ തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സദ്യക്ക് കിട്ടുന്ന ക്യാബേജ് തോരൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അവർ നേരത്തെ തന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഞെരടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് തോരൻ വെക്കുന്നത്. കരിയാപ്പിലയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും സവോളയുടെയും എല്ലാം ടേസ്റ്റ് ഇതിനകത്ത് തേങ്ങയുടെ എല്ലാം ടേസ്റ്റ് വരും. അപ്പോൾ അടിപൊളിയാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ തോരൻ വെക്കാനായിട്ട് കടുക് വറക്കുവാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൂട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തോരൻ ഇവിടെ റെഡിയായി. ഉപ്പെല്ലാം ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. പോരാത്ത ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക് വെന്ത് കഴിയുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ. എല്ലാത്തിനും ഞാൻ കുറച്ച് ഉപ്പ് കുറച്ചാണ് ഇടുന്നത്. കാരണം പിന്നീട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതേണ്ട നമ്മുടെ മാവൊക്കെ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. തേണ്ട കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം കൂടി ഉണ്ടാക്കിയെടുക്കണം. വേണ്ട നമ്മുടെ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. തോരനും റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇത് 2 കൂട്ടം മതി എന്നത് തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണേ. അപ്പോഴത്തേന് പപ്പടം വേണമെങ്കിൽ പപ്പടം ഉണ്ട് കേട്ടോ. അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി. പപ്പടം ഇരിപ്പുണ്ട് വറുത്തത്. നമ്മുടെ പാലപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് മാവ് കോരി ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഒരു 4-5 അപ്പം ഉണ്ടാക്കുന്നുള്ളൂ. ചേട്ടന് ഒരെണ്ണം മതി. ചേട്ടൻ കഞ്ഞിയാണ് കുടിക്കുന്നത്. പിന്നെ എനിക്കും രാഹുലിനും മതി. 4 ഉണ്ടാക്കി എടുക്കുന്നുള്ളൂ. ബാക്കി മാവുണ്ടെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നാളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളി അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പൂ പോലത്തെ അപ്പമാണ്. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം. രാവിലെ തന്നെ നമുക്ക് അരച്ച് വെച്ച് അന്നേരം തന്നെ ഉണ്ടാക്കി. 2 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. വെളുപ്പിനെ എഴുന്നേൽക്കുന്ന സമയത്ത് അരച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് റെഡിയാവും. ഇങ്ങനെ ചെയ്താൽ മതി. കണ്ടോ, നല്ല അപ്പമാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കഴിക്കാനായിട്ട് പുളിയില്ല, നല്ല മയവും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. തേങ്ങയുടെയും പഞ്ചസാരയുടെയും എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേണ്ട അപ്പം ഉണ്ടാക്കി നമ്മൾ ചോറും ഒക്കെ എടുത്ത് വെച്ചു. ചോറും പതി എടുത്ത് വെച്ചു. അവർ കഴിച്ചു. ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ടേക്കണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.